ദേശീയപാതയും റെയിൽവേ ട്രാക്കുകളും കൈയടക്കി അക്രമി സംഘം. പോലീസിന് നേരെ കല്ലേറ്, ബസ്സുകൾ തകർക്കപ്പെടുന്നു. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യം ജനക്കൂട്ടത്തിന്റെ കൈകളിലേക്ക് വഴിമാറുന്ന ഈ ഭയാനകമായിട്ടുള്ള സാഹചര്യം പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ പരാജയമാണ്. എന്താണ് ബെൽദംഗയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കാം. മുർഷിദാബാദിലെ ബെൽദംഗ പട്ടണത്തിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന അക്രമ സംഭവങ്ങൾ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഭീഷണിയായി തന്നെ മാറിയിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ദേശീയപാത, നാഷണൽ ഹൈവേ 12, അതും റെയിൽവേ ട്രാക്കുകളും പ്രതിഷേധക്കാർ മണിക്കൂറുകളോളം ഉപരോധിച്ചു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടി വന്നു. മുർഷിദാബാദ് SP കുമാർ സണ്ണി രാജ് പറയുന്നത് കേവലം 20-25 മിനിറ്റിനുള്ളിൽ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കി എന്നാണ്. എന്നാൽ 30 പേരെ സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അവിടുത്തെ അവസ്ഥ എത്രത്തോളം വഷളായിരുന്നു എന്നതിന്റെ തെളിവാണ്. പോലീസിന് നേരെ കല്ലെറിഞ്ഞവർക്കും ബസ് ഡ്രൈവറെ ആക്രമിച്ചവർക്കുമെതിരെ ശക്തമായിട്ടുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു പ്രദേശത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഈ മോബോക്രസി അഥവാ ജനക്കൂട്ടത്തിന്റെ അരാജകത്വം എങ്ങനെ ഇത്ര വേഗം പടർന്നു പിടിച്ചു എന്നത് ഗൗരവകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണം? ജാർഖണ്ഡിൽ ജോലി ചെയ്തിരുന്ന അലാവുദ്ദീൻ ഷെയ്ഖ് എന്ന കുടിയേറ്റ തൊഴിലാളിയുടെ ദുരൂഹ മരണമാണ് ഈ അക്രമങ്ങളുടെ തുടക്കം. ഷെയ്ഖിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ബംഗ്ലാദേശി പൗരനാണെന്ന് തെറ്റിദ്ധരിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ബംഗാളി സംസാരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ സുരക്ഷയില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ള വലിയൊരു പ്രചാരണം ഇതോടെ ബെൽദംഗയിൽ അഴിച്ചുവിടപ്പെട്ടു. ഈ വികാരം ചൂഷണം ചെയ്തുകൊണ്ട് 100 കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഈ വ്യാപകമായിട്ടുള്ള ഈ ബെൽദംഗയിലുണ്ടായ ഇത്തരത്തിലുള്ള പ്രതിഷേധം. ഇവിടെയാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ കടുക്കുന്നത്. ഈ അക്രമം തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ആസൂത്രണം ചെയ്തതാണെന്നാണ് BJP ആരോപിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാൾ സന്ദർശിച്ച് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അതേ ദിവസം തന്നെ ഇത്തരമൊരു ലഹള ഉണ്ടായത് യാദൃശികമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പക്ഷം. BJP നേതാക്കളായ സുവേന്ദു അധികാരിയും പ്രിയങ്ക തിബ്രേവാളും ആരോപിക്കുന്നത് പശ്ചിമ ബംഗാളിൽ പോലീസ് സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ്. മാധ്യമപ്രവർത്തകർ പോലും അക്രമത്തിന് ഇരയാകുന്നുണ്ട്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി TMC സർക്കാർ ഇത്തരം അരാജകത്വങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ കടുത്ത നിലപാട്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ചിക്കൻ നെക്ക് ഭാഗത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണോ ഇതെന്ന് പോലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സംസാരമുണ്ട്. ഒരു മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം എങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്ന വൻ അക്രമമായി മാറി എന്നത് ഗൗരവകരമായി കാണേണ്ടതുണ്ട്. പോലീസ് സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ജനങ്ങൾ എപ്പോഴും ഭീതിയിലാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുമോ അതോ രാഷ്ട്രീയ ലാഭത്തിനായി അക്രമങ്ങൾ തുടരുമോ എന്ന് വരും ദിനങ്ങളിൽ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളം.